ടങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ കപ്പ വിഭവം ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് മസാല കപ്പ എന്നാണേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസമല്ല, ഒരു 2-3 ആഴ്ച മുമ്പ് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ബന്ധുവീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കപ്പ മസാലക്കറി വെച്ചാണ് അവർ തന്നത്. വളരെ രുചികരമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ ഉണ്ടാക്കേണ്ട വിധം പറഞ്ഞു തന്നു. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അതിലേക്ക് വേണ്ടത് കപ്പ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് തേങ്ങ, പിന്നെ കരയാമ്പൂ, പട്ട, ഉണക്കമുളക്, ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, ഇത്രയും വേണം. നമുക്കതിൽ കപ്പ റെഡിയാക്കാം. ഇപ്പം നമ്മൾ ഈ കപ്പ ഈ രീതിയിൽ നുറുക്കിയെടുത്തു. ഇതിലേക്ക് ഇടുകയാണ്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിക്കാൻ അടപ്പത്ത് വയ്ക്കുക. ഉപ്പിട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് വേവാൻ വഴിയില്ല. അത് കാരണം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് അടപ്പത്ത് വയ്ക്കുക. ഞകക്ക വെള്ളം ഒഴിച്ചു. നമുക്ക് അടപ്പത്ത് വയ്ക്കാം. നമ്മളിത് അടച്ച് വേവിക്കാൻ വയ്ക്കുക. ഈ കപ്പ വേവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. നമ്മൾ ഈ മസാല ഒന്ന് വറുത്ത് കൊണ്ടുവരണം, ചൂടാക്കി കൊണ്ടുവരണം. നമ്മൾ മസാല റെഡിയാക്കാനുള്ള ചീനച്ചട്ടി അടപ്പത്ത് വെച്ചു. ഇതിനുള്ള എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായി. പട്ടയും കരയാമ്പൂ ഇതിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളി ഇടുകയാണ്. ഇപ്പം നമ്മൾ ഈ ഉണക്കമുളക് ഇതിലേക്ക് ഇടുകയാണ്. നമ്മളിതിൽ കൊത്തമല്ലി ഇടേണ്ടതാണ്. കൊത്തമല്ലി എൻ്റെ അടുത്തില്ല. അത് കാരണം ഞാൻ മല്ലിപ്പൊടി ഇടുകയാണ് 1 സ്പൂണ്. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ മല്ലിപ്പൊടി കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ 2 കരിവേപ്പില ഇതിൻ്റെ കൂടെ ഇടുക. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇപ്പം നമ്മളൊരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ തേങ്ങയുണ്ട്, അതും ഇതിൻ്റെ കൂടെ ഇടുക. ഇപ്പം നമ്മുടെ മസാല റെഡിയായി. നമുക്ക് വാങ്ങി വയ്ക്കാം.
നമ്മൾ മസാല അരയ്ക്കാൻ ജാറിലേക്ക് ഇടുക. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പം നമ്മുടെ കപ്പ വെന്തു. ഇത് കണ്ടമാനം വേവാൻ പാടില്ല, കലങ്ങാൻ പാടില്ല. വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ആവശ്യമുള്ള ഉപ്പിടുകയാണ്. ആവശ്യമുള്ള ഉപ്പിട്ടു നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. നമ്മൾ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് കണ്ടമാനം വെന്ത് കുഴയാൻ പാടില്ല, കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കണം. ഏതാണ്ട് നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ വയ്ക്കണ പോലെ തന്നെ കുഴയാതെ എടുക്കണം. ഇത് അരപ്പിട്ടിട്ട് ഒരു 2-3 തിളച്ചോട്ടെ. നമ്മളിത് കടുക് വറക്കൊന്നുമില്ല, കരിവേപ്പില ഇടും. വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം, കുറച്ച് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ മസാലക്കപ്പ. ഇത് കറക്റ്റായി. ഇത് വാങ്ങി നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ ശരിയാവും. ഓഫാക്കി. ചിക്കൻ കറിയെ വെല്ലുവിളിക്കുന്ന ഒരു മസാലക്കറി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കാണാനും കഴിക്കാനും വളരെ രുചികരമാണ്. കപ്പ അധികം വേവാതെ മാത്രം നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും, കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാലക്കപ്പ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.